നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഓണൊക്കെ ഇതാ അടുത്തടുത്ത് വരല്ലേ, ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഓണപ്പാച്ചിൽ ഉത്രാടപ്പാച്ചിൽ എന്തൊക്കെയോ പറയില്ലേ, അതുപോലെ നമുക്ക് ഇനി 2-3 റെസിപ്പിയും കൂടെ ഇടാൻ സമയമുണ്ട്. അത് കാരണം പിന്നെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് വെള്ളരിക്ക വെച്ചിട്ടുള്ള പച്ചടി. ഞാൻ ഇതിനു മുമ്പ് വെള്ളരിക്ക വെച്ച് മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 3 തരത്തിലുള്ള പച്ചടി, 3 തരത്തിലുള്ള കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് വെള്ളരിക്ക വെച്ചിട്ടുള്ള പച്ചടിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീണാസ് കറിവേൾഡിന്റെ ഓണർ റെസിപ്പീസ് കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പച്ചടി എല്ലാം ഏകദേശം സെയിം റെസിപ്പി തന്നെയാണ്, പിന്നെ അത് കാണിച്ചില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് പകുതിയായിട്ട് അങ്ങ് മുറിക്കാം. വെള്ളരിക്ക മോരുകറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാണാത്തവർ കാണാൻ മറക്കരുതേ. അപ്പോൾ ഈ പകുതി വെള്ളരിക്ക വെച്ചിട്ടാണ് നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് കളയാം. ഞാനിങ്ങനെ മുറിച്ചതിന് ശേഷമാണ് തൊലി കളയാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി അങ്ങ് കളയാൻ പറ്റും. പിന്നെ കുറച്ച് താത്തി അങ്ങ് ചെത്തണം എപ്പോഴും. ഇതുപോലെ വെജിറ്റബിൾസൊക്കെ തൊലി കളയുമ്പോൾ ഉള്ളിലത്തെ കുരു അങ്ങ് റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ തൊലി കളഞ്ഞിട്ടുണ്ട്, നമുക്കത് ചെറിയ പീസസ് ആയിട്ട് അങ്ങ് മുറിക്കാം. ചിലർ വളരെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കും കേട്ടോ. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളൂ കേട്ടോ. മൊത്തത്തിൽ മുറിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ അരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒന്നില്ലെങ്കിൽ പാത്രത്തിൽ വെച്ച് നിങ്ങൾക്ക് കുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ കുക്കറിൽ വെച്ച് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്കൊരു ചെറിയ കുക്കർ എടുക്കാം. അതിലോട്ട് നമുക്ക് നമ്മുടെ വെള്ളരിക്ക അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലോണം വെള്ളമുള്ള വെജിറ്റബിളാണ് വെള്ളരിക്ക. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1/4 ഗ്ലാസോളം വെള്ളം നമുക്ക് ഈ വെള്ളരിക്ക കുക്ക് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അതിലോട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു വിസിൽ കേട്ടോ. ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തിടാം. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ വെള്ളരിക്ക കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരയ്ക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. അത് ഒട്ടും തന്നെ തണുപ്പില്ലാത്ത തേങ്ങയാണ്. ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും തേങ്ങ എടുത്ത് അരയ്ക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, എന്നാൽ പോലും വീണ്ടും പറയുകയാണ്. 3 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു നുള്ള് നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് ഇതിൽ മാറ്റം വരും കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് മഷി പോലെ അരച്ചെടുക്കണം. 2-3 എല്ലാ കറിവേപ്പിലും കൂടി ഇട്ടോട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കരുത്, അപ്പോൾ അരയില്ല. ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ച് ഞാൻ കൊണ്ടുവരാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലത്തെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് 6-7 ടേബിൾ സ്പൂൺ തൈരാണ്. തൈര് ഒന്ന് മിക്സിയിലിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്യുക. ഒരുപാട് ലൂസാക്കാൻ പാടില്ല, മോര് പോലെ ആക്കാൻ പാടില്ല. ജസ്റ്റ് ഈ തൈരിലെ കട്ടകളൊന്നും ഉടയ്ക്കാത്രേ ഉള്ളൂ കേട്ടോ. അതൊന്നും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തൈരാണിത്. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങി നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. കുക്കറിലെ പ്രഷർ കംപ്ലീറ്റ് മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് തീ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നന്നായിട്ടങ്ങ് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം നന്നായി തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഉപ്പ് നോക്കിയപ്പോൾ അതിൽ ഉപ്പ് ഇച്ചിരി കുറവാണ് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. എരിവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ തൈര് ചേർത്തതിന് ശേഷം ബാക്കി ടേസ്റ്റ് നോക്കേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തിളക്കട്ടെ. നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് തീ കുറയ്ക്കാൻ പോവുകയാണ്. ഞാൻ ഏറ്റവും മിനിമം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ തൈര് അടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ഇനി തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. തിളച്ച് കഴിഞ്ഞാൽ അതങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതങ്ങ് എടുക്കാം. ഒരു നുള്ളു പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിർബന്ധങ്ങളൊന്നുമില്ല. ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അല്ലെങ്കിൽ അങ്ങ് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് മുഴുവനും വെള്ളത്തിലായി മാറും. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ തിക്നെസ് കൂടും കേട്ടോ. ഇപ്പോൾ ഇച്ചിരി ലൂസായിട്ട് ഇരിക്കുന്നു നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ അങ്ങ് തിക്കായിട്ട് മാറും. അപ്പോൾ ഇലയിൽ വിളമ്പുമ്പോൾ ഓടിയൊന്നും പോവില്ല. ഇച്ചിരി കൂടെ ഉപ്പ് വേണം.
പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ ഇടുന്ന പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കാൻ. ഒരുപാട് എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതിയാവേ, അല്ലെങ്കിൽ ചിലപ്പോൾ എരിവ് കൂടും. കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണിത്, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിത് അടപ്പിൽ നിന്ന് മാറ്റാം, ഇതിലേക്ക് കാച്ചി ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. ഈ സോസ് പാൻ ഒരുപാട് പേര് ഇതിൻ്റെ കമ്പനിയുടെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് OMS എന്നുള്ളൊരു കമ്പനിയാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. ഞാൻ ലുലുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിട്ട് അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ അതിലിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ, മീഡിയം ഫ്ലെയിമിൽ നമുക്ക് തീ വെക്കാം. അപ്പോൾ അത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തീ കുറച്ചിട്ടുണ്ട്, ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിലോട്ട് വറ്റൽമുളക് 2 വറ്റൽമുളക് ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്യുക. നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചടിയിലോട്ട് കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുക. ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ സുന്ദരനായ നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായല്ലോ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം. ഈ പ്രോസസ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡൗട്ട് ചോദിച്ചവർക്കൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. ഗംഭീരമായിട്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. പാകത്തിന് ഉപ്പും പാകത്തിന് പുളിയും ഒരല്പം പഞ്ചസാര ചേർത്തതും ആ വെള്ളരിക്കയുടെ ടേസ്റ്റും ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള വെള്ളരിക്ക പച്ചടി ഇതേ തണുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും കണ്ടില്ലേ, കൺസിസ്റ്റൻസി കണ്ട ഇതുപോലെ ഇരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി. അതായത് അത്യാവശ്യം തിക്കായിട്ടിരിക്കണം. തിക്കായിട്ടിരുന്നാലാണ് നമ്മൾ ഇലയിൽ വിളമ്പുമ്പോൾ ഓടി പോകാണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു കറിയിൽ നിന്ന് മറ്റേ കറിയിലേക്ക് അങ്ങ് ഓടിപ്പോവും. അപ്പോൾ പിന്നെ മറ്റേ കറിക്ക് അങ്ങ് സങ്കടമായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിനാ കഷ്ടപ്പെടുത്തുന്നവരെയൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് ഉണ്ടാക്കി ഇലയിൽ വിളമ്പുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി. കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. സാധാരണ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കറി തന്നെയാണത്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് തയ്യാറാക്കി നോക്കാൻ മറക്കരുത് നമ്മുടെ പ്രിയപ്പെട്ട വെള്ളരിക്ക പച്ചടി. അതിനുശേഷം അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഞങ്ങൾ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്. നല്ല ഫോഗുണ്ട് കണ്ടാണ്. എന്തായാലും ഞങ്ങളുടെ നടത്തം മുടക്കാൻ ഫോഗിന് പറ്റില്ല. ഫോഗ് കൂടുന്ന പോലെ ഒരു ഫീലിംഗ് പോലെയുണ്ട്. ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പൊ ചേട്ടാ പറഞ്ഞത് ശരിയാണ് കേട്ടോ. വല്ല വണ്ടി വന്നാൽ പോലും നമുക്ക് അറിയില്ല. ക്രോസ് ചെയ്യണോ? നോക്കിയിട്ട് ക്രോസ് ചെയ്യാം.